ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മരണാനന്തര നിത്യത എന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും ആഴമായ പ്രത്യാശയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് മരണമില്ല എന്നതാണ് യാഥാർത്ഥ്യം, അഥവാ പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഒരു പ്രൊമോഷനിലേക്ക് അവൻ മാറ്റപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. മരണം വിശ്വാസിക്ക് കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റം മാത്രമാണ് എന്ന് നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ കാണുവാൻ സാധിക്കും. നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പൻ അഥവാ ചാൾസ് ഡാർവിൻ താന് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്ന് തന്റെ ജീവിതകാലം മുഴുവനും ആ പരിണാമ സിദ്ധാന്തവും കൊണ്ട് താൻ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകരെ വഴിതെറ്റിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ തന്റെ മരണ മൊഴി ഇപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ മരണത്തോടടുക്കുന്ന ആ കാലയളവിൽ താൻ പറഞ്ഞത്, പരിണാമം എന്നത് എന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരാശയം മാത്രമാണ്. അതിനെ സാധൂകരിക്കുവാൻ ഇത്രയും നാൾ ഞാൻ അലഞ്ഞു എന്ന് താൻ പറയുവാനിടയായി. എന്നാൽ യഥാർത്ഥ സത്യം ബൈബിളിൽ താൻ കണ്ടെത്തി. പക്ഷേ രക്ഷിക്കപ്പെടുവാനുള്ളതായ അവസരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്തത്. എത്രയോ പരിതാപകരമായ ഒരു ജീവിതം, ഒരു ജീവിതകാലം മുഴുവനും നിരീശ്വരവാദവും കൊണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനം ആ മനുഷ്യന് കിട്ടി എന്നത് നാം ഓർക്കേണ്ടതാണ്. അതെ പ്രിയമുള്ളവരെ, മരണാനന്തരം ഒരു നിത്യതയുണ്ട് എന്നത് അത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശ നമുക്ക് നൽകുന്നതാണ്. ആത്മാവിന്റെ ചിന്ത നിത്യജീവൻ എന്ന് ഇവിടെ നമുക്ക് വായിച്ച വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മരണം സംഭവിക്കുന്നത് അത് ജഡത്തിന് മാത്രമാണ്. രക്ഷിക്കപ്പെടാത്ത സകലർക്കും മരണം നഷ്ടമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന വിശുദ്ധർക്ക് മരണം ലാഭമാണ്. അതാണ് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്നത്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ജഡത്തിന് മാത്രം സംഭവിക്കുന്നതായ ഒരു പ്രക്രിയ മാത്രമാണ് മരണം. എന്നാൽ മനുഷ്യന്റെ ആത്മാവും പ്രാണനും ദൈവത്തിങ്കലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജഡത്തിന് സംഭവിക്കുന്ന, ശരീരത്തിന് സംഭവിക്കുന്ന ആ മരണത്തിലും ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാന ശരീരത്തോടുകൂടെ കർത്താവ് തന്റെ വരവിൽ അവരെ ഉയർപ്പിക്കുന്നു എന്നത് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ അനേകർ ഈ ലോകം വിട്ട് പല നേതാക്കന്മാരും പോയി, ചക്രവർത്തിമാര് പോയി, വളരെയധികം ലോകത്തെ പീഡിപ്പിച്ച അനേക ഭരണകർത്താക്കൾ പോയി, ദുഷ്ടന്മാരായ അനേകർ ഇവിടെ നിന്ന് കടന്നുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ അന്ത്യം വളരെ നിരാശാകരമായിരുന്നു എന്നത് ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ എത്രയോ ദൈവ കുഞ്ഞുങ്ങൾ പ്രത്യാശയോടുകൂടെ മരണത്തെ എതിരേറ്റുകൊണ്ട് പ്രത്യാശയുടെ തുറമുഖത്തേക്ക് പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിക്കൊണ്ട് പ്രത്യാശയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കടന്നുപോയ കോടാനുകോടി ഭക്തന്മാരെ നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ ആ തുടർമാനമായി കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, ജീവനും മരണവും രണ്ടവസ്ഥയുണ്ട്
എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനാണ് അവനുള്ളത് എന്ന് കഴിഞ്ഞ പല സന്ദർഭങ്ങളിലായി നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അല്പം കാര്യങ്ങൾ ഗഹനമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ.